ആയിട്ടേട്ടാ ഒന്ന് പോയിട്ടേട്ടാ, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല. വീഡിയോ പൊക്കി പിടിച്ചോണ്ട് വന്നാലും ഞാൻ സംസാരിക്കൂല ചേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുത്തോണ്ട് വന്നാലും ഞാൻ മിണ്ടുന്നില്ല ചേട്ടാ. അതെന്താണ്? അത് ഞാൻ എത്ര ദിവസം കൊണ്ട് നിങ്ങളടുത്ത് ഓരോ കാര്യം പറയുന്ന, എനിക്കിതിരി പുറത്ത് പോകണം, എനിക്ക് ഇത്തിരി ഐസ്ക്രീം കഴിക്കണം, പിന്നെ എനിക്ക് ഇത്തിരി ഹെയർ കളർ ചെയ്ത് തരാൻ പറഞ്ഞു. ഒന്നും നിങ്ങൾക്ക് വയ്യ. എല്ലാ ദിവസവും തിരക്ക്. ഞായറാഴ്ചയും തിരക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പിന്നെ? ഒരു ദിവസം ഒരു ഞായറാഴ്ചയല്ലേ ഉള്ളൂ. അതാണ്, ഒരു ഞായറാഴ്ചയല്ലേ ആകുള്ളൂ. ആ സമയത്തല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ജോലി കഴിഞ്ഞിട്ട് ഒരേ ദിവസം, പിന്നെ വീട്ടിൽ വന്നിട്ട് ഞായറാഴ്ച തുണിയാനൊക്കെ ഉണ്ട്. എന്തൊക്കെ ജോലി ഉണ്ട്? പിന്നെ നിങ്ങളുടെ തുണിയൊക്കെ നിങ്ങളെല്ലാം നനയ്ക്കുന്നേ? പിന്നെ നീ ഞാൻ തന്നെ നനയ്ക്കുന്നു. ഞാൻ തന്നെ നനയ്ക്കും. ഇല്ല, ഞാൻ തന്നെ നനയ്ക്കുന്നത്. പാവല്ലേ, ജോലിക്ക് പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു അല്ലല് അറിയിക്കാതെയാണ് നിങ്ങളെ ഞാൻ നോക്കുന്നത്. എനിക്ക് എന്തായാലും ഇന്ന് എന്തെങ്കിലും എന്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളൊന്ന് സഹായിച്ചു തരണം. നമുക്കൊരു കോംപ്രമൈസിൽ പോവാം. അത് വരുന്നപ്പോഴുള്ള സ്ഥിതിയൊക്കെ ഉണ്ടായിരിക്കുമേ. ഏതെങ്കിലും ഒരു ആഗ്രഹം പറ. അത് എന്തെങ്കിലും പുറത്ത് കൊണ്ടുപോകണ്ട, കാരണം മോനെ കൊണ്ടൊക്കെ പുറത്ത് പോകാൻ പറ്റിയ. എനിക്കൊന്നും ചെയ്യേണ്ടത്. അയ്യടാ, അത് കേട്ടാ, നല്ല മഴയുണ്ട്, മോനെ കൊണ്ട് പുറത്ത് പോകുന്നതൊക്കെ പാടായിരിക്കും. പുറത്ത് കൊണ്ടോ. പക്ഷെ ഒന്നെങ്കിൽ ഐസ്ക്രീം മേടിച്ചു തരണം. മഴയത്ത് ഐസ്ക്രീം കുടിക്കണം. മഴ നനഞ്ഞോണ്ട് ഐസ്ക്രീം കുടിക്കുന്നത് വേറൊരു മൂഡാണ്, വേറൊരു ഫീലാണ്. നല്ല രസം സത്യമായിട്ടോ. അതെ, നിങ്ങളിപ്പോ ഈ വീഡിയോ എടുക്കുന്നു, നിങ്ങളെ ചോദിച്ചു നോക്കിയ ഇവരോടൊക്കെ എത്ര പേര് ചായയും പരിപ്പൂടെയും പഴംപൊരിയൊക്കെ വേറൊരു എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ മഴ നനഞ്ഞോണ്ട് ഐസ്ക്രീം കഴിക്കുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല. അതിങ്ങനെ കുടിച്ചാൽ ഞാൻ കുടിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ തരാം. വേണ്ട, എന്നാ ഒരു കാര്യം ചെയ്യും, ഇലയ്ക്കും മുള്ളിനും കേടില്ല. എനിക്ക് ടെമ്പററി ഹെയർ കളർ ചെയ്താ. അയ്യോ, ഓ അഭിനയം. നിങ്ങൾ ഹെയർ ഡേ ഒക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഹെയർ കളർ. എനിക്ക് ഹെയർ കളർ ചെയ്യണം. എനിക്ക് ഒരു മെറൂണോ പോലത്തെ ഒരു ഷെയ്ഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിളിപ്പച്ചായിരിക്കും. എനിക്ക് വേണ്ട, എനിക്ക് കിളിപ്പച്ചൊന്നും വേണ്ട. എനിക്ക് ഒന്നെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡ്. കളർ തൽക്കാലം പിടിച്ച കണ്ടാ അറിയാത്തൊരു നൈസ് കളർ ആയിരിക്കും. കണ്ടറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഹെയർ കളർ ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ വേണ്ട ബ്രൗൺ ചെയ്യാം. ബ്രൗൺ ആകുമ്പോഴത്തേക്കും വലുതായിട്ട് അങ്ങനെ എടുത്തറിയത്തൊന്നുമില്ല. അത്യാവശ്യം കളറേ കാണും. ബ്രൗൺ വേണ്ട, ടെമ്പററി വീട്ടിൽ കൊണ്ടും ചെയ്യണം. പാർലറിൽ ഞാൻ പൈസ കൊടുക്കാനൊന്നും എനിക്ക് മതി. ഞാൻ അവനെ ഉറക്കാം. അത് കിട്ടി കഴിഞ്ഞോക്കോ. എനിക്ക് നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഞാൻ പെട്ടിയൊക്കെ വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ സമ്മതിക്കൂ. അത് വാങ്ങിച്ചോണ്ടിരുന്ന ബോക്സ് ചെയ്തു. നമ്മൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി സാധനം മേടിച്ചിട്ടുണ്ട്. കോഫി ബ്രൗൺ കളറാണ് മേടിച്ചത്. കോഫി ക്യാപ്പച്ചിനോ ബ്രൗൺ സ്ട്രിക്സിന്റെ അൾട്രാ ലൈറ്റ്സ് ഹൈലൈറ്റ്. ബ്രൗൺ ആകുമ്പോൾ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ എന്തിനു ചെയ്യണം? സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഷേപ്പുണ്ട്. അതെങ്ങനെയാണ് ചെയ്യണേന്ന് എനിക്ക് ഇല്ല, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവര് ബേസ് കളർ നാച്ചുറൽ ബ്രൗൺ ആണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഉള്ള കളറും, നാച്ചുറൽ ബ്ലാക്ക് ആണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഉള്ള കളർ രണ്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡിഫറൻസ് ശരിക്കും അതിൻ്റെ പിക്ചറിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നാച്ചുറൽ ബ്രൗൺ ആണ് ബേസ് കളർ എങ്കിൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കത്തില്ല, ചെറിയൊരു വേരിയേഷനേ വരത്തുള്ളൂ. കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് ചെയ്താൽ
ചെയ്യുന്ന ഹൗ ടു യൂസ് ഇതിൻ്റെ ഫുൾ സ്റ്റെപ്സ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 കിറ്റ്, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ആണ് വരുന്നത്. ബ്രഷൊക്കെ ഉണ്ട് കൂടെ ആ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 1 എന്ന് തോന്നുന്നു. ഇത് നല്ല 2 ബ്രഷ് ഇല്ലേ? ഈ ബ്രഷ് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 1ൻ്റെ സാധനങ്ങൾ ഇങ്ങനെയാണ്. ഇത് സ്റ്റെപ്പ് 2. പിന്നെ ഇനിയും ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, പിന്നെ വന്നിട്ട് കണ്ടീഷണറുണ്ട്, 2 കണ്ടീഷണറുണ്ട്. ഇതിൻ്റെ ഷാമ്പു ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഷാമ്പു ഇതിലേതിലും ഉണ്ട്. കണ്ടീഷണറുണ്ട്, ഷാമ്പു അല്ലല്ലേ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എല്ലാം ഇത് ഓരോ പാക്ക് ഇട്ടിട്ട്, ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പാക്ക് ഇട്ടിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് ഫസ്റ്റ് കളർ കൊടുക്കുന്നത്. ഇത് ബ്ലോണ്ടർ പ്ലസ് ഡെവലപ്പർ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ബ്ലോണ്ടർ പൗഡർ പ്ലസ് ഡെവലപ്പർ. ഇത് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ വന്നിട്ട് കളർ ആൻഡ് സാഷയും ഡെവലപ്പർ 2 സാഷയും ആണ് ഇത് 2 സ്റ്റെപ്പ് 2ൽ വരുന്നത്. മുടിക്ക് കളർ കൊടുക്കണേ ഏതാണ്? 2 ഉപയോഗിച്ചാലേ കളർ കിട്ടുള്ളൂ. ബുദ്ധി വിവരമുള്ളവരോടൊക്കെ ചോദിക്കണം, എനിക്കിത് അറിയത്തില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് ലെയർ ഒക്കെയാണ് എടുക്കുന്നത്, എല്ലാ മുടിയും ഇല്ല. ഇപ്പൊ ഒരു ലെയർ എടുത്ത് കളർ ചെയ്ത്, സാധാരണ എല്ലാവർക്കും ഡൗട്ട് തോന്നുന്നു ഈ കാര്യം. കളർ ചെയ്ത് സ്റ്റെപ്പ് 1 യൂസ് ചെയ്ത് ആ മുടിയിൽ മാത്രം യൂസ് ചെയ്ത് ബാക്കി മുടിയിൽ യൂസ് ചെയ്തില്ല. പിന്നെ വാഷ് ചെയ്ത് പിന്നെ ആ മുടി എങ്ങനെ എടുക്കും? ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചു നോക്കിയോട്ടെ. പപ്പയ്ക്ക് ഹെയർ ഡൈ അടിക്കുന്നത്, പപ്പയ്ക്ക് ഡൈ അടിച്ചു തരുമോ? ഇങ്ങനെ കലക്കിയിട്ട് പപ്പയ്ക്ക് തടിയിലൊക്കെ അടിച്ചു കൊടുത്തേ, മീശയിലൊക്കെ അടിച്ചു കൊടുത്തേ. മതിയാ? അപ്പൊ നമ്മൾക്ക് വാ മൊത്തം കറുത്ത് പോവല്ലോ എന്റെ കൊച്ചിന്റെ. ആദ്യം ഡെവലപ്പർ ആണ് നമ്മളെ മുടിയിൽ. ആദ്യം 2 പാക്കറ്റിൽ 2 ഉണ്ട്. ഡെവലപ്പർ ഉണ്ട്, കളറുണ്ട്, പിന്നെ കണ്ടീഷണർ ഉണ്ട്. അപ്പൊ ഈ ഡെവലപ്പർ യൂസ് ചെയ്യാന്ന് വെച്ചാൽ മുടി കളർ ആവാൻ വേണ്ടിയിട്ട് ഡെവലപ്പിംഗ് ഏജന്റ് ആണ്. അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ മുടിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് ആ മുടിയിലിട്ട് നമ്മൾ ഈ ഡെവലപ്പർ യൂസ് ചെയ്യും. രണ്ടത് ആ ഹെയറിൽ തന്നെയാണ് നമ്മൾ വീണ്ടും കളറിന്റെ. സ്റ്റെപ്പ് 1ൽ ഈ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന മുടിയുടെ ലൈറ്റൻ ചെയ്യും. സ്റ്റെപ്പ് 2ലാണ് കറക്റ്റ് കളർ ഷെയ്ഡ് വരിക. അതാണ് 2 അരമണിക്കൂർ വെച്ച് യൂസ് ചെയ്യണം. സെപ്പറേറ്റ് ബ്രഷസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. സ്റ്റെപ്പ് 1ന്റെ ബ്രഷ് ഇതാണ്, സ്റ്റെപ്പ് 2ന്റെ ബ്രഷ് ഇതാണ്. നമ്മുടെ ഡൈ ഒക്കെ കവറൊക്കെ ഉണ്ട്. പിന്നെ പ്രൈസ് പറഞ്ഞില്ലല്ലേ? പ്രൈസ് പറഞ്ഞുതരാം. 190 ആണ് ഇതിന്റെ പ്രൈസ്. 190 എനിക്ക് തോന്നുന്നു ഒരു റീസണബിൾ പ്രൈസ് ആണ്. പക്ഷെ 120 ആയിരുന്നു. പക്ഷെ വർത്ത് ആണോ എന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. കളർ പക്ക ഗ്യാരണ്ടിയാണ്. സ്ട്രിക്സ് എനിക്കും കുറച്ച് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ അച്ഛനും ഒക്കെ ഡൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രിക്സ് നല്ല ഒരു നാച്ചുറൽ ബ്ലാക്ക് കളറാണ് ഡൈക്ക് അവർ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു കമ്പനിയോട് യൂസ് ചെയ്യാൻ പാടില്ല ഈ കളർ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിന് ഞാൻ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിന്റെ സ്റ്റെപ്സ് തുടങ്ങാം. ഏബു ആണ് അടിക്കാൻ പോകുന്നത്. കണ്ടോ, ഗ്ലൗസ് ഒക്കെ ഏബു ഇട്ടു. നമ്മളിപ്പോ അനുവിന്റെ മുടി ഹെയർ കളർ ചെയ്യാൻ പോവുകയാണ്. ഹെയർ കളർ ചെയ്യുമ്പോൾ ഫസ്റ്റ് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ഇതിന്റെ. ഒന്ന് ഡെവലപ്പർ എന്ന് പറഞ്ഞ സാധനം. ഡെവലപ്പർ എന്ന് പറഞ്ഞ സാധനം ഹെയർ കളർ ആവാൻ വേണ്ടി ഫസ്റ്റ് ഡെവലപ്പർ ആവുന്ന സാധനം. അത് യൂസ് ചെയ്തിട്ട് അത് 2 എണ്ണമാണ്. 2 എണ്ണം യൂസ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഈ 2 എണ്ണം മിക്സ് ചെയ്തുകൊണ്ട് ഒരു അരമണിക്കൂർ ആ ക്രീം നമുക്ക് ഏതൊക്കെ ഹെയറിൽ യൂസ് ചെയ്യാനുണ്ടോ ആ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ കളറിങ് ചെയ്യുന്ന ഏജന്റ് ഉണ്ട്, സെക്കൻഡ് 1. അതും കൂടെ ചേർക്കുമ്പോൾ കളർ പ്രോപ്പർലി ഡെവലപ്പായി മാറി അത് കളറാവും. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യാം. കണ്ടീഷണർ മുടി അത് ഇത്രയും കളറൊക്കെ കെമിക്കൽ യൂസ് ചെയ്യുന്ന മുടി ഭയങ്കര ഡ്രൈ ആവും. പിന്നെ ഒരു അരമണിക്കൂർ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടി കുറച്ച് സോഫ്റ്റ് ആവും. കോമ്പൊക്കെ നമുക്ക് ചീപ്പൊക്കെ യൂസ് ചെയ്ത് മുടി പോകാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ഹാർഡും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അമ്മയുടെ മുടിയിൽ ആര് ഡൈ അടിച്ചു കൊടുക്കും? അപ്പോൾ എങ്ങനെ ഡൈ അടിക്കണേന്ന് കാണിച്ചോട്. ഡൈ എവിടെ? ഡൈയുടെ ബ്രഷ് എവിടെ? ഡൈയുടെ ബ്രഷ് അപ്പോൾ എന്ത്
പൊട്ടിച്ച് തരാം. എങ്ങനെയാണ് ഡൈ അടിക്കണത് കാണിച്ചു കൊടുത്തതാണ്. അത് എങ്ങനെ ഡൈ അടിക്കണത്? ഇതിനകത്ത് ഡൈ ഇതിലിപ്പോ ഡൈ ഒഴിച്ചു. ഇനി എങ്ങനെ അടിക്കുന്നതെന്ന് കാണിച്ച. പപ്പയുടെ ഡ്രസ് അമ്മയ്ക്ക് അടിച്ചു ഡൈ. അമ്മയ്ക്ക് അടിച്ചു. കുഞ്ഞി അമ്മയ്ക്ക് അടിച്ചു ഡൈ. അമ്മയുടെ തലയിൽ അടിക്കേ. ഡൈ ഒഴിച്ച് അത് ഒഴിച്ച് കലക്ക് 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 അത് കലക്ക്. അനുമ്മയ്ക്ക് ഡൈ അടിച്ചു കൊടുക്കണത്. പക്ഷെ സ്ട്രീറ്റിന്റെ പ്രോഡക്റ്റ് നല്ല ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ്. കളറിനെല്ലാം പക്ക ഗ്യാരണ്ടി ആണ്. നാച്ചുറൽ കളർ കിട്ടാറുണ്ട്. ഇവിടെ അച്ഛനും ഒക്കെ ഡൈ അടിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും നമുക്ക് ആ ഒരു നാച്ചുറൽ ബ്ലാക്ക് കളറാണ് സ്ട്രിക്സിന്റെ കിട്ടുന്നത്. എടാ ദുഷ്ട, ഇതെല്ലാം കൂടി ഇതിനകത്ത് എടുത്ത് വെച്ചേക്ക് വരുന്ന. അപ്പൊ റബ്ബർ എടുത്ത് കളഞ്ഞ അമ്മ കളഞ്ഞ, എല്ലാം കളഞ്ഞു. വേണ്ട ഇവിടെ അബുവിന്റെ സാധനങ്ങൾ. നമുക്ക് മുടിയുടെ ഏതൊക്കെ കളർ, നമ്മളിപ്പോ കുറച്ച് മുടികൾ എടുത്താണ്. കുറച്ച് മുടി ബ്ലാക്കും കുറച്ച് കളർ ബ്രൗൺ കളർ. ഏത് കളർ? ക്യാപ്പച്ചിനോ ബ്രൗൺ. ക്യാപ്പച്ചിനോ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് നോക്കാം. ഈ ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട്. അത് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യണ പോലെ ഇരിക്കും. ടൈം എടുക്കുന്നതനുസരിച്ച് പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ചെയ്താലേ പറ്റുള്ളൂ. മാറും. പണ്ടൊക്കെ ആണെങ്കിൽ ഒറ്റ സ്ട്രീറ്റിൽ ഒറ്റ പ്രോഡക്റ്റ് 2 ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒറ്റ അടിക്കും. പക്ഷെ ഡാർക്ക് ആവാൻ വേണ്ടി ഫെം യൂസ് ചെയ്തിട്ട് ചെമ്പിപ്പിച്ചിട്ട് അത് വീണ്ടും ചെയ്യും. അപ്പം ഡാർക്ക് പെട്ടെന്ന് കളർ ഇതാവും. അന്ന് ബ്ലൂ ഒന്നും അങ്ങനെ ഇല്ല, വലിയ പ്രചാരത്തിലൊന്നും ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ ബ്ലൂ ഒക്കെ അടിച്ചോണ്ട് തുടങ്ങി. മറ്റേ പൊന്മാന്റെ കളർ അത് മതിയെങ്കിൽ പൊളിക്കാൻ മതി. ഫുള്ള് നമുക്ക് വൈറ്റ് അടിച്ചല്ല. മറ്റൊരു സിനിമ നടി കളർ ചെയ്തല്ലോ, ഒരു വൈറ്റ് എന്നിട്ട് നിങ്ങൾ ചെറുപ്പക്കാരനായിട്ട് നടക്കും, ഞാൻ കളവിയായിട്ട് നടക്കും. വേണ്ട, ഏബുച്ചിരി കൂടുതല് നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത പരിവായിരുന്നു. അതുകൊണ്ട് പിന്നെ അവന് താഴെ പോണം, അച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ബഹളമായപ്പോഴത്തേക്ക് നമ്മൾ താഴോട്ടാക്കി. അപ്പൊ അച്ഛന്റെ കൂടെ ഇപ്പൊ ഇരുന്ന് കളിക്കുവാണ്. അച്ഛനും അവനുമാണ് ഇപ്പൊ ശരിക്കും നല്ല തിക് ഫ്രണ്ട്സ് ആണ്. അച്ഛൻ എന്ന് പറയുമ്പോ അവനും അച്ഛനും അപ്പാന്ന് വിളിക്കില്ല, അച്ഛൻ തന്നെയാ വിളിക്കുന്നത്. നമ്മളെല്ലാരും അച്ഛാന്ന് വിളിക്കുമ്പോൾ അവന് കുഞ്ഞിനെ കേട്ട് അച്ഛാന്ന് വിളിക്കും. അത് ഇവിടുത്തെ 3 പിള്ളേരും അതെ കേട്ടോ, അച്ഛാന്ന് തന്നെ വിളിക്കുക. അപ്പാപ്പാന്ന് അങ്ങനെ വിളിച്ച് ഞാൻ കേട്ടിട്ടേ. ഇടയ്ക്ക് വിളിക്കാം അപ്പാപ്പ. ഏബുനെ കൊണ്ട് ഞാൻ ചിലപ്പോ വിളിപ്പിക്കും, അപ്പാപ്പാന്ന് വിളിപ്പിക്കും. അത് നടക്കത്തൊന്നുമില്ല. പപ്പ. എനിക്ക് സത്യം പറഞ്ഞാൽ ഐച്ചേട്ടനെ ഇവന് അച്ഛാന്ന് എന്നെ അമ്മാന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ ഐച്ചേട്ടന് ആദ്യമേ പപ്പാന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കി. എന്തേ നിങ്ങളല്ലേ പറഞ്ഞ പപ്പാന്ന് വിളിക്കണമെന്ന്? അല്ല, ഞാനാ പറഞ്ഞ അച്ഛന്ന് വിളിപ്പിക്കാൻ. ഇല്ല, ഞാൻ എന്നും മുടി ചീക്കി കേട്ടു. ചുരുണ്ട മുടിയാണ്. നമ്മൾ ചുരുണ്ട മുടി ഉള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമുക്ക് എത്ര നമ്മൾ ഉടക്കിറക്കി വെച്ചാലും ഉടക്ക് വീണ്ടും വീണ്ടും പിടിക്കും. കഴിച്ചിടാനേ പറ്റാത്തൊരു ടൈപ്പ് മുടിയാണ്. നല്ല ഹെയർ ഫോൾ ഉണ്ട് എനിക്ക്. മണ്ണിനെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. തൽക്കാലം വേണ്ട, ഞാൻ വല്ല മുട്ടയുടെ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. കുറച്ച് അല്ലെങ്കിൽ നമുക്ക് ബ്യൂട്ടി പാർലർ ചെയ്യണ ആ സെറ്റപ്പ് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നീ നമ്പർ ഇട്ടോ, ഞാൻ കോടി എടുത്തു തരാം. ഇത്രയും കൂടി കുറച്ച് ലെയർ വേണം. ഇതിനകത്ത് എന്റെ കൈ പോലും കയറുന്നില്ല. മൂക്കി പോന്നെ ഇതിൽ റബ്ബർ ബാൻഡ് ഇതെങ്ങനെയാണ് തുമ്പിലിടങ്ങി അറ്റത്തിടാൻ പറ്റുമോ? ഇവിടെയോ? ഇവിടെ 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 ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇങ്ങനെ ചുറ്റും പിന്നെ ആരും കൊടുക്കോട്ടെ ഇങ്ങനെ ചെയ്യാൻ. എന്തിന് തീർന്നല്ലോ. ഇത്രയും പോരാ, ടൈറ്റ് ആയിട്ട് ഇരിക്കണ്ടേ? ഇത് ലൂസായിരുന്നാ? ഒന്ന് ടൈറ്റ് ആക്കും. ട്രൈ ചെയ്യാം. ഞാൻ അപ്പോഴത്തേക്ക് അടുത്തത് സെറ്റ് ചെയ്ത് തരാം. ഇച്ചിരി ടൈറ്റ് ആക്കാൻ ടൈം എടുക്കും. നല്ല ടൈറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. ഡിസ്കോ ബാൻഡ് നമ്മൾ സാധാരണ കൂടുതൽ മുടിയിലല്ലേ ഇടുന്ന ഈ ബാൻഡൊക്കെ.
ഇത് ഇത്രയും മതി എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് ഊരുമ്പോഴേ ഊരണ്ട ഇതിന്. എനിക്ക് മുടി കളർ ഫുൾ കഴിഞ്ഞതിന് ശേഷം നീ ഊരിയാ മതി. അത് ഊരണ്ടേ അപ്പൊ ഊരിയാ മതി എന്ന്. അപ്പൊ എങ്ങനെ ഊരിഞ്ഞ് ഇത്രയും പോരെ? ഡെവലപ്പർ ഒരു വൈലറ്റ് കളർ മിക്സ് ആണ്, ഒരു ലാവൻഡർ ഷെയ്ഡാണ് മിക്സ് വരുന്നത്. നമുക്ക് ഗ്ലൗ ഒക്കെ ഉണ്ട്, ഗ്ലൗ ഒക്കെ ഇട്ട് യൂസ് ചെയ്ത് ചെയ്യാം. ഞാൻ എന്റെ ഡ്രസ്സിനെ പ്രൊട്ടക്ട് ചെയ്യ ടവൽ എടുത്തു. യാ അയ്യോ, ഇത് വെച്ചല്ല മറ്റേത് വെച്ചാണ് അപ്ലൈ ചെയ്യാനുള്ളത്. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ അല്ല ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇത് ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് ഒക്കെ നല്ല കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. കളർ ഇവർ പറഞ്ഞതുപോലെ കറക്റ്റ് ആ ഒരു ക്യാപ്പച്ചീനോ കോഫിയുടെ ബ്രൗൺ കളർ തന്നെ കയ്യിലൊക്കെ ആയി, കണ്ടോ? കറക്റ്റ് ആ കോഫിയുടെ കളർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു 10 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം. രണ്ടെണ്ണം കൂടെ ഇവിടെ വന്ന് കിടക്കുവാണ് ഫോണിൽ കളിച്ചുകൊണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യും. അപ്പോൾ വാഷ് ചെയ്യുന്നത് ഷാമ്പൂ ഉപയോഗിച്ച്, നേരത്തെ ഷാമ്പൂ ഉപയോഗിച്ച് തന്നെയാണ് വാഷ് ചെയ്തത്. ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷണർ ഇട്ട് ഒരു 5 മിനിറ്റ്, ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഇരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ ഒന്നുകൂടെ കാണിക്കാമേ. അപ്പോൾ നമ്മുടെ കളറിങ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു കണ്ടീഷണറൊക്കെ ചെയ്തു. നിങ്ങളുടെ ഒരു കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. നമുക്ക് നല്ല നല്ല കളർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല, എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നല്ലൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു സെയിം പ്രോഡക്റ്റിൻ്റെ തന്നെ നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ബ്രോഷറിലുണ്ടായിരുന്നു, ഞാനത് മാറ്റിക്കളഞ്ഞു കേട്ടോ. ആ ഒരു ബ്രോഷറിൽ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. ആ ഒരു ബോക്സിലായാലും ഏതൊക്കെ കളേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ക്യാപ്പിച്ചീനോ ബ്രൗൺ ആണ് കളർ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹെയർ കാണുമ്പോൾ മനസ്സിലാവില്ല, കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കളർ ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ല, എനിക്ക് പേഴ്സണലി ഈ ഒരു കളറിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രാൻഡിൽ എനിക്ക് ആദ്യമേ ഒരു വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോങ് ആയിട്ട് സ്ട്രീക്സിൻ്റെ ഹെയർ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബ്രാൻഡിൻ്റെ നെയിം പറയത്തില്ല. പക്ഷെ ഇപ്പം പോസിറ്റീവ് ആയതുകൊണ്ട് പ്രോഡക്റ്റില്ല, നമ്മളൊരു നല്ല റിവ്യൂ കിട്ടിയത് കൊണ്ടാണ് ആ പ്രോഡക്റ്റ് പറയുന്നത് കേട്ടോ. കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഞാൻ ആ പ്രോഡക്റ്റ് നെയിം പറഞ്ഞത്. കിട്ടില്ല, നെഗറ്റീവ് റിവ്യൂ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രോഡക്റ്റ് നമ്മളങ്ങനെ പറയത്തില്ല. നല്ല അവർ പറഞ്ഞ ആ ഒരു പക്ക കളറുണ്ട്. ഇതിൻ്റെ പല കളേഴ്സും അവർ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ക്യാപ്പിച്ചിനോ ബ്രൗൺ എന്ന് പറയുന്നത്. ഇനി ബാക്കി ഏതൊക്കെയാണോ ഒന്ന് ഞാനത് ഇവിടെ എടുത്ത് മാറ്റി. റെഡ് അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും നല്ല നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അവർ ടൈം അരമണിക്കൂറിൻ്റെ ടൈം പറയുന്നുണ്ട്. പിന്നെ വാഷ് ചെയ്യേണ്ട മെത്തേഡ്, കണ്ടീഷൻ ചെയ്യണം. അല്ല, എനിക്ക് തോന്നിയതായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ
നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ചെയ്തോളൂ, പിന്നീടാകുമ്പോൾ മറന്നു പോകും. അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് വരും.